ഹായ് ഹലോ. ഇരുമ്പൻ പുളി, ഊർക്കാപ്പുളി എന്ന പല പേരിലും അറിയപ്പെടുന്ന ഇവനാണ് ഇന്നത്തെ താരം. ഇത് വെച്ച് എങ്ങനെ പുളിയിഞ്ചി ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെക്കാം. ഒരു കത്തി വെച്ചോ കൈ വെച്ചോ ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഇഡ്ഡലി പാത്രം എടുത്ത് സ്റ്റീം ചെയ്തെടുക്കാം. 5 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇതെല്ലാം നല്ലതുപോലെ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു മിക്സിൻ്റെ ജാറെടുത്ത് ചെറുതായി ഒന്ന് തരിതരിപ്പോടെ അരച്ചെടുക്കാം. ശേഷം ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയതിന് ശേഷം ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ടത് കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പൊടിയായി അരിഞ്ഞത്, അല്പം മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായ മുളക് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 മുളകാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്കമുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്. ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ച ഊർക്കാപ്പുളിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം 1-2 തിള വന്നു കഴിഞ്ഞാൽ നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മെൽറ്റ് ചെയ്ത് അരിച്ച് ഇതിലേക്ക് ഒഴിക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 ഈത്തപ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈത്തപ്പഴത്തിൻ്റെ കുരു കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് കുറുക്കിയെടുക്കാം. ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിവസം കേടുവരാതെ സൂക്ഷിക്കാം. ഇപ്പോൾ നമ്മുടെ ഊർക്കാപ്പുളി പുളിയിഞ്ചി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.